ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പ് ധനവാനും ലാസറും എന്ന ഒരു വിഷയം സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ അവസാനം ഞാൻ പറഞ്ഞിരുന്നു, ഈ ന്യായവിധി എന്നുള്ളൊരു വിഷയം സംബന്ധിച്ച് കൂടുതൽ ബൈബിളിൽ നിന്ന് ചിന്തിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ അല്പ കാലതാമസം അതിന് നേരിട്ടു. എന്നാലും വീണ്ടും ആ വിഷയവുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരികയാണ്. വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയമാണ് ഈ ന്യായവിധി എന്നുള്ളത്. നമുക്കറിയാം, മനുഷ്യവർഗത്തെ മുഴുവൻ സത്യദൈവത്തിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടി പിശാച് കൊണ്ടുവന്ന ചില ദുരുപദേശങ്ങളുണ്ട്. അതിലേറ്റവും വലിയ ദുരുപദേശം, മരിച്ചാലും മനുഷ്യൻ അവൻ്റെ ജീവിതം തുടരുന്നു, ഒരു മരണാനന്തര ജീവിതം എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു മനുഷ്യ ജീവിതം മരണത്തിന് ശേഷവും തുടരുന്നു എന്ന് സകല മനുഷ്യരെയും ബോധ്യപ്പെടുത്തി ജീവനുള്ള ദൈവത്തിൽ നിന്നും സത്യദൈവത്തിൽ നിന്നും അവനെ അകറ്റി നിർത്താനുള്ള വലിയൊരു ശ്രമമാണ് പിശാച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏദൻ തോട്ടത്തിൽ ആരംഭിച്ചതാണ്. ഈ ഫലം ഭക്ഷിച്ചാൽ നീ മരിക്കയില്ല നിശ്ചയം എന്ന് പിശാച് ഹവ്വയോട്, ആദി മാതാവായ ഹവ്വയോട് പറയുമ്പോൾ, ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തെയാണ് അത് ആ വചനത്തിന് വിപരീതമായിട്ടാണ് പിശാച് പറയുന്നത്, നീ മരിക്കയില്ല നിശ്ചയമെന്ന്. അപ്പം ഏദൻ തോട്ടം മുതൽ ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വലിയ ഒരു തെറ്റായ ധാരണ മനുഷ്യരിൽ കടന്നു കൂടിയിരിക്കുക. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി പിശാച് തന്നെയാണ്, സാത്താനാണ്. കാരണം ജീവനുള്ള ദൈവം മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്ന വലിയ പദ്ധതിയുണ്ട്. ആ വലിയ മഹാരക്ഷാകര പദ്ധതിയെ ആ മനുഷ്യന് ബോധ്യപ്പെടാതിരിക്കത്തക്കവണ്ണം അവനിൽ അവനിൽ അന്ധവിശ്വാസങ്ങളുടെ ഒക്കെ ആ ഒരു മൂടുപടത്തിൽ അവനെ അണിയിക്കുകയാണ്. അങ്ങനെ ആത്മാവിൻ്റെ അമർത്യത അവനിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ആ മരിച്ചുപോയ ആത്മാവിന് വേണ്ടിയുള്ള മരണാനന്തര ക്രിയകളൊക്കെ നടത്തണം. അതിനുവേണ്ടി ആ കർമ്മങ്ങളിൽ കൂടെ മനുഷ്യരെ ഈ പുരോഹിത വർഗത്തിൻ്റെ അടിമകളാക്കി നിർത്താൻ സാധിക്കുകയുള്ളൂ. ഏതൊരു സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും സഭകളുടെയും പിണിയാളുകളായി മനുഷ്യനെ തീർക്കണമെങ്കിൽ ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നവൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പിശാച് ഈ പ്രവർത്തനത്തിൽ കൂടെ മുമ്പോട്ട് പോകുന്നത്. ഞാൻ ഇതിനു മുമ്പും ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ, കാരണം ബൈബിൾ ഭരണത്തെക്കുറിച്ച് ഇത്ര വ്യക്തമായി ബൈബിൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ മറ്റൊരു ഗ്രന്ഥം ചെയ്യാത്ത രീതിയിൽ മരണം എന്താണ്, ജീവൻ എന്താണ് എന്ന് ബൈബിൾ വെളിപ്പെടുത്തിയിട്ടും ആ ബൈബിൾ ആധാരമായി ആധാരമാക്കി കാണുന്ന ക്രിസ്തീയ മതവിഭാഗങ്ങൾ അവരാണ് ഏറെയും ഈ മരണാനന്തര ജീവിതത്തിലും മനുഷ്യൻ്റെ അമർത്യമായ ആത്മാവിനും വേണ്ടി കർമ്മങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്നത്. എത്രയോ ദുഃഖകരമായ ഒരു അനുഭവമാണ്. അങ്ങനെ അവർ വേദപുസ്തകത്തിൽ കാണുന്ന ചില ഭാഗങ്ങളെ തികച്ചും ദുരുദ്ദേശപരമായി അതിനെ കോട്ടിക്കളഞ്ഞുകൊണ്ടാണ്. അതിലൊന്നാണ് അവസാനം നമ്മൾ ചിന്തിച്ച ധനവാനും ലാസറും എന്ന ഉപമ. അവിടെ പാവി നിത്യനരകത്തിലേക്ക് പോകുന്നു, നിത്യദണ്ഡനത്തിലേക്ക് പോകുന്നു, നീതിമാൻ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോകുന്നു എന്നെല്ലാം ക്രിസ്തുവിൻ്റെ വാക്കുകൾ അതാണ് പറയുന്നതെന്ന് ധരിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ ആ അന്ധവിശ്വാസത്തിലേക്ക് വഴി നടത്തുകയാണ്. അതുപോലെ തന്നെ ഈ അന്ധവിശ്വാസത്തിന് കുടിപിടിക്കുന്ന മറ്റൊരു വേദഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്ന ആ ഭാഗം. അതെന്താ ക്രിസ്തു പറയുന്നത്? അവിടെ ഒരു ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ ന്യായവിധി എന്ന് നടക്കും, എന്ന് നടക്കേണ്ടതാണ്, ആ ന്യായവിധിയുടെ സ്വഭാവം എന്താണ് എന്നൊന്നും യഥാർത്ഥത്തിൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ സത്യങ്ങളുടെ ഇതര വേദസത്യങ്ങളോട് പൊരുത്തപ്പെടുന്ന രീതിയിൽ അതിനെ കണ്ടെത്തുവാൻ ഇന്നത്തെ മതങ്ങൾക്കൊന്നും സാധിക്കുന്നില്ല. ഇവർ കൊടുക്കുന്ന ആശയം നാം ചിന്തിച്ചു കഴിഞ്ഞാൽ തികച്ചും വേദവിരുദ്ധമാണ്. വേദപുസ്തകത്തിലെ മറ്റുള്ള ആശയങ്ങളോട് ഒരിക്കലും പൊരുത്തപ്പെടാത്ത അർത്ഥങ്ങളാണ്, വ്യാഖ്യാനങ്ങളാണ് ഇവരിതിന് നൽകുന്നത്. എന്നാൽ അങ്ങനെയുള്ള ആ ന്യായവിധിയെ സംബന്ധിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം. ഇന്നൊരു ദിവസം കൊണ്ട് തീരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ആമുഖമായി
ആ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇവിടെ എന്താ പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 31 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ സംബന്ധിച്ച മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധൻ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ തൻ്റെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ടോ ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തൻ നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്നരുളി ചെയ്യും. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനോ അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല എന്നെല്ലാം പറഞ്ഞ ശേഷം പറയാം. അതിനവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലായി എപ്പോൾ കണ്ടു? നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തരും നിങ്ങൾ ചെയ്യാത്തിടത്തോളം എല്ലാം എനിക്കാവുന്നു ചെയ്യാത്തത് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം അരുളും. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. ഇതാണ് യേശു പ്രതിപാദിക്കുന്ന വിഷയം. ഇവിടെ ഇത് അക്ഷരപ്രകാരം ഇപ്രകാരം തന്നെ പാപികൾ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകുന്നു എന്ന് ആണ് അത് അർത്ഥമാക്കുന്നതെങ്കിൽ ഇതിന് വളരെയധികം വേദവിരുദ്ധമായിരിക്കുന്ന ആശയങ്ങളായത്. കാരണം മരണത്തെ സംബന്ധിച്ച് വേദപുസ്തകം നമ്മൾ വെളിപ്പെടുത്തുന്നത് എന്താണ്? മരിച്ചവർ ഒന്നും അറിയുന്നില്ല, ശവക്കുഴിയിൽ ഇറങ്ങുന്നവർ നിന്റെ വിശ്വസ്തതയെ പ്രത്യാശിക്കുന്നില്ല, പാതാളം നിന്നെ വാഴ്ത്തുന്നില്ല, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും യഹോവയെ സ്തുതിക്കുന്നില്ല എന്നെല്ലാം മരണത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് വേദപുസ്തകം നമ്മോട് പറയുമ്പോൾ അതിന് വിരുദ്ധമായി മരണത്തിന് വിധിക്കപ്പെട്ടവരെല്ലാം, മരണത്തിന് വിധേയരായവരിൽ പാപികളായി വിധിക്കപ്പെട്ടവരെല്ലാവരും നിത്യദണ്ഡനത്തിൽ കഴിയുകയാണെന്ന് പറയുമ്പോൾ മരണശേഷം അതുപോലെ തന്നെ നീതിമാന്മാർ പുനരുത്ഥാനത്തിന് മുമ്പ് തന്നെ അവർ നിത്യജീവനിലാണെന്ന് പറഞ്ഞാൽ മരണത്തെ സംബന്ധിച്ചുള്ള വേദപുസ്തകത്തിൻ്റെ ആശയങ്ങൾക്ക് വിരുദ്ധമാണിത്. അപ്പോൾ ഇത് വേദപുസ്തകത്തിൻ്റെ ദൈവാത്മനിശ്വസ്തതയെ ഖണ്ഡിക്കുന്ന ഒരു തെളിവായിട്ട് ഇത് വരും. പരസ്പര വൈരുദ്ധ്യത്തിൽ കൂടെ വേദപുസ്തകം നമ്മോട് സംസാരിക്കുന്നില്ല. വേദപുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ വിശ്വാസ്യത എന്ന് പറയുന്നത് അത് ഈ 66 പുസ്തകങ്ങളും പരസ്പര പൂരകങ്ങളാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഈ ആശയങ്ങൾ നാം ഒന്ന് ചിന്തിക്കുക. ഇതെത്രയോ യുക്തിരഹിതമായിരിക്കുന്ന ഒരു ചിന്തയാണ്. കർത്താവ് മടങ്ങി വരുമ്പോൾ എന്താ? അവൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ വേർതിരിക്കും. എന്നിട്ട് ഇടത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾക്ക് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറയും. ഇതാണ് ഒരു ഭാഗവത. ഇതിൻ്റെ ഒരു യുക്തി ഭംഗം നമ്മൾ ആലോചിക്കുക. മറ്റു വിഭാഗത്തോട് പറയും, ചെമ്മരിയാട് വർഗത്തോട് പറയും, നിങ്ങൾ ലോകസ്ഥാപനം മുതൽ എൻ്റെ പിതാവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. അപ്പോൾ കർത്താവ് മടങ്ങി വരുമ്പോൾ മരിച്ച് മൺമറഞ്ഞ സകല മനുഷ്യരെയും അവൻ്റെ മുമ്പിൽ കൂട്ടിവരുത്തും. എന്നിട്ട് അവരെ ഇപ്രകാരം രണ്ടായി വേർതിരിച്ച് വിടും. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് മരിച്ചാൽ അടുത്ത നിമിഷം എങ്ങോട്ടാ പാപിയാണെങ്കിൽ പോകുന്നത്?
അവൻ പാപിയായി ആണെങ്കിൽ പോകുന്നത് നിത്യ ദണ്ഡനത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ കർത്താവിൻ്റെ മടങ്ങി വരെ ഒന്നും കാത്തിരിക്കേണ്ട, അതിനു മുമ്പ് തന്നെ അവൻ നിത്യദണ്ഡനത്തിലേക്ക് അവനെ അയക്കുക. മരിച്ചാൽ അടുത്ത നിമിഷം നിത്യദണ്ഡനത്തിലേക്ക് അവൻ അയക്കപ്പെടുന്നു. അവൻ നീതിമാനാണെങ്കിൽ അബ്രഹാമിൻ്റെ മടിയിലേക്ക് അവൻ മാറ്റപ്പെടുന്നു. എങ്കിൽ പിന്നെ ക്രിസ്തു മടങ്ങി വരുമ്പോൾ ഇവരെ ഈ സ്ഥാനത്ത് നിന്നും തിരിച്ചു വിളിച്ച് മടക്കി വിളിച്ചതിന് ശേഷം വീണ്ടും അവരെ അതേ സ്ഥാനത്തേക്ക് വീണ്ടും വിടുകയാ എന്ന് പറയുന്നത് അത് എത്ര യുക്തിശൂന്യമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഇത് ന്യായവിധിയാണെന്നാണ് പറയുന്നത്. അപ്പം ന്യായവിധി നടക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണം തന്നെ പാപിയാണെങ്കിൽ നിത്യനരകത്തിലേക്ക് പോകണമെങ്കിൽ അവൻ നിത്യനരകത്തിന് യോഗ്യനാണ്, നിത്യദണ്ഡനത്തിനാണ് അവൻ യോഗ്യനെന്ന ഒരു വിധി പ്രസ്താവിക്കണ്ടേ? അപ്പം ആ വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ എങ്ങനെ നിത്യനരകത്തിലേക്ക് അവൻ അയക്കപ്പെടും? അങ്ങനെ അയക്കപ്പെട്ടവനെ ന്യായവിധിയുടെ ദിവസം മടക്കി വരുത്തിയതിന് ശേഷം വീണ്ടും അവനെ അതേ സ്ഥലത്തേക്ക് തിരിച്ചു വിടുന്നതിനകത്ത് എന്തർത്ഥമാണുള്ളത്? എങ്കിൽ പിന്നെ എന്തിനാ അവനെ അവിടെ നിന്നും മടക്കി വരുത്തുന്നത്? അവൻ അവിടെ കഴിഞ്ഞാൽ പോരെ? നീതിമാനാണെങ്കിൽ അബ്രഹാമിൻ്റെ മടിയിലേക്ക് എടുക്കപ്പെടുന്നു. അവരെ എന്തിന് ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നു? അതിനുശേഷം വീണ്ടും അബ്രഹാമിൻ്റെ മടിയിലേക്ക് മടക്കി വിടുന്നു. അപ്പം ഈ ഒരു പ്രക്രിയ മരണത്തോടുകൂടെ തന്നെ ഈ വിഭജനം നടക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ന്യായവിധി അവിടെ നടന്നിട്ടുണ്ടെന്നാണ്. ന്യായവിധി നടക്കുന്നില്ലെങ്കിൽ ഇപ്രകാരം ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്തർത്ഥത്തിലാണ്? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇവിടെ നമ്മുടെ മാനുഷികമായിരിക്കുന്ന കോടതികളിൽ പോലും ഒരു വ്യക്തിയെ ശിക്ഷിക്കണമെങ്കിൽ ഒരു വിചാരണയുണ്ട്. ആ വിചാരണയിൽ എന്താ ഒരു നിയമം അവൻ ലംഘിച്ചോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷമാണ് അവൻ നിയമം ലംഘിച്ചുവെങ്കിൽ അവന് ആ നിയമം അനുശാസിക്കുന്ന ആ അതിൻ്റെ വിധി പ്രസ്താവിക്കുന്നത്. അവൻ തെറ്റുകാരനാണെങ്കിൽ അവന് ശിക്ഷ വിധിക്കുന്നു, അവൻ തെറ്റുകാരനല്ലെങ്കിൽ അവനെ വെറുതെ വിടുന്നു എന്നുള്ളത് ഒരു വിചാരണയ്ക്ക് ശേഷമാണ്. അപ്പം മരിക്കുന്ന ഏതൊരു വ്യക്തിയും ഇങ്ങനെ വിചാരണയ്ക്ക് മുമ്പ് തന്നെ ഇപ്രകാരം ഒരു ശിക്ഷയ്ക്ക് വിധിക്കുന്നു എന്ന് പറയുന്നത് എന്തുമാത്രം ദൈവനീതിക്ക് നിരക്കുന്നതാണ്. അതിനുശേഷം അവരെ അവിടുന്ന് കൂട്ടി വീണ്ടും കൊണ്ടുവരുന്നു. അപ്പോൾ അവരെ അതേപടി അതേ സ്ഥലത്തേക്ക് മടക്കി വിടുന്നു. ഇതിനകത്ത് എന്ത് നീതിയാണ്, എന്ത് ദൈവ സ്വഭാവത്തിൻ്റെ എന്ത് ജ്ഞാനമാണ് അവിടെയുള്ളത്? ഇനി ഇത് ദൈവ സ്വഭാവത്തിൻ്റെ വലിയൊരു ദൈവ സ്വഭാവം സ്നേഹമെന്നുള്ളതാണ്. ഈ സ്നേഹമെന്ന ദൈവ സ്വഭാവത്തിന് ഇതെന്തുമാത്രം നിരക്കുന്നതാണ് നമ്മളൊന്ന് ആലോചിക്കുക. ജീവനിലെത്തുവാൻ നാം മനസ്സിലാക്കുക. ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുകയില്ല. ക്രിസ്തു ഇവിടെ ക്രിസ്തു മനുഷ്യവർഗത്തിന് ആദാമിന് ശേഷം ഏതാണ്ട് 4000 വർഷത്തോളം മനുഷ്യവർഗം 4000 വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് ക്രിസ്തു ജനിക്കുന്നത്, ഈ ജീവൻ്റെ പ്രമാണം നൽകുന്നത്. അപ്പം ആദാം മുതൽ ഇന്ന് വരെയുള്ള മനുഷ്യവർഗത്തിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജീവൻ്റെ സന്ദേശം ലഭിച്ചിട്ടുള്ളവർ, അത് കേട്ടിട്ടുള്ളവർ എത്രയോ വിരൽ അങ്കുലി പരിമിതമാണ് എന്ന് നാം മനസ്സിലാക്കുക. ഇന്നും ക്രിസ്തുവിൻ വന്നതിന് ശേഷവും 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ക്രിസ്തു ജീവൻ്റെ നാഥനാണെന്നോ അവനാണ് ജീവനിലേക്കുള്ള വഴിയെന്നോ കേൾക്കാത്ത ജനകോടികൾ ഇന്നും ലോകത്തുണ്ട്. അപ്പോൾ ജീവനിലെത്താനുള്ള മാർഗം ഒന്നാണ് എന്നിരിക്കെ ആ വഴിയെക്കുറിച്ച് അവർക്ക് അറിവ് കൊടുക്കാതെ ആ നിയമം ജീവനിലെത്താനുള്ള പ്രമാണം എന്താണെന്ന് ലോകത്തെ അറിയിക്കാതെ അവർ ആ നിയമം ലംഘിച്ചു, അവർ പാപികളാണ്, ശിക്ഷയ്ക്ക് യോഗ്യരാണെന്ന് വിധിക്കുന്നത് ഏത് ദൈവനീതിക്ക് നിരക്കുന്നതാണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നാൽ ഈ ജീവനിലെത്താനുള്ള വഴികളെക്കുറിച്ച് വേദപുസ്തകം നമ്മോട് പറയുന്നത് എന്താ പറയുന്നത്? യോഹന്നാൻ ലേഖനം 1 യോഹന്നാൻ 2:1 പറയുക, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ആരെങ്കിലും പാപം ചെയ്തുവെങ്കിലോ യേശുക്രിസ്തു എന്ന നീതിമാനായ കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ്, നമ്മുടേതിനു മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും പാപത്തിനു പരിഹാരമാണ്. അപ്പോൾ ഈ യേശുക്രിസ്തു സകല ലോകത്തിൻ്റെയും പരിഹാരമാണ് എന്ന് ഇവിടെ യോഹന്നാൻ എഴുതുമ്പോൾ ഇത് ക്രിസ്തുവിന് മുൻപ് ജീവിച്ചിരുന്ന ഏത് ജനവിഭാഗത്തിന് ഇപ്രകാരം ഒരു രക്ഷയുടെ വഴി ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്.
ക്രിസ്തുവിൻ്റെ കാലത്ത് തന്നെ പറഞ്ഞു, നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകരുത്, നിങ്ങൾ ശമരിയുടെ പട്ടണത്തിൽ കടക്കരുത്, ഇസ്രയേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ പോകാനാണ് പറഞ്ഞത്. വീണ്ടും പറയുക എന്താ, നിങ്ങൾ മത്തായിയുടെ സുവിശേഷം തന്നെ 19-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുക, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകൾ പ്രമാണിക്കുക. അപ്പോൾ ഈ കൽപ്പനകൾ നൽകാതെ എങ്ങനെ അത് പ്രമാണിക്കാൻ സാധിക്കും? ആദാം മുതൽ ക്രിസ്തു വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആർക്കെങ്കിലും ഇപ്രകാരമുള്ള കൽപ്പനകൾ ലഭിച്ചിരുന്നോ? ആ കൽപ്പനകൾ അവർക്ക് ലിഖിത രൂപത്തിൽ ഇസ്രയേലിന് മാത്രമാണ് ലഭിച്ചിരുന്നത്. അപ്പം അതിനു മുമ്പ് ആ യഹൂദ യുഗം അല്ലെങ്കിൽ ഇസ്രയേൽ യുഗം ആരംഭിക്കുന്നതിന് മുമ്പ് ആദാം മുതൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആർക്കെങ്കിലും ഇപ്രകാരമുള്ള കൽപ്പനകൾ ലഭിച്ചിട്ടുണ്ടോ? 1 യോഹന്നാൻ തന്നെ 1:9 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കത്തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അപ്പം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, അപ്പം നമുക്ക് നീതീകരിക്കപ്പെടുവാൻ ഇങ്ങനൊരു മാർഗം ദൈവം ഒരുക്കിയിട്ടുണ്ട് എങ്കിൽ അത് ലോകത്തെ അറിയിക്കണ്ടേ? അതറിയിക്കാതെ എങ്ങനെ? റോമാലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും, പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും, വിശ്വസിക്കാതെ എങ്ങനെ രക്ഷ പ്രാപിക്കും. അപ്പോൾ അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും, പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും, വിശ്വസിക്കാതെ എങ്ങനെ രക്ഷ പ്രാപിക്കും. അപ്പോൾ ഒരുവൻ ജീവനിലെത്തണമെങ്കിൽ ഈ ജീവൻ്റെ മാർഗം എന്താണെന്ന് അവനെ അറിയിച്ചു കൊടുക്കണം. അതങ്ങനെ അറിയിച്ചു കൊടുക്കാത്തിടത്തോളം കാലം അവൻ ആ നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞ് അവനെ ശിക്ഷിക്കുന്നത് തികച്ചും അന്യായമാണ്. അത് ന്യായവിധിയല്ല, അന്യായ വിധിയാണ്. ഇപ്പം നീതിമാനായ ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. നീ മത്തായിയുടെ സുവിശേഷത്തിൽ വീണ്ടും പറയുക, 12-ൽ പറയുകയാണ്, 12:31, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല. അപ്പം സകല പാപവും മനുഷ്യരുടെ ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, പക്ഷേ ആത്മാവിന് നേരെയുള്ള ദൂഷണം ക്ഷമിക്കയില്ല. ഈ പരിശുദ്ധാത്മാവിനെ ദൈവം ക്രിസ്തു നൽകിയത്, മനുഷ്യർക്ക് നൽകിയത് എന്നാ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന സ്വർഗാരോഹണ ശേഷമാണ്. അപ്പം അതിനു മുമ്പ് ജീവിച്ചിരുന്നവർ എങ്ങനെ ആത്മാവിന് നേരെയുള്ള ദൂഷണം ആയി തീരാൻ സാധിക്കും? അവർ ഏതെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആത്മാവിന് നേരെയുള്ള ദൂഷണമാകുന്നത് എങ്ങനെയാണ് നാം ചിന്തിക്കുക. വീണ്ടും പറയാം, യോഹന്നാൻ 5:40 പറയാ, യോഹന്നാൻ്റെ സുവിശേഷം, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. അവ എനിക്ക് സാക്ഷ്യം പറയുന്നുവെങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഇത് ആരോടാ പറയുന്നത്? അത് ക്രിസ്തുവിന് മുമ്പുള്ള ജനങ്ങളെ ഇതെങ്ങനെ ബാധിക്കും? എന്താ, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് പഴയ നിയമ പുസ്തകങ്ങളെയാണ് തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത്, ഇസ്രയേലിന് നൽകിയതാണ്. അപ്പോൾ അതിനു മുമ്പ് ആർക്കും ഒരു ലിഖിത രൂപത്തിലുള്ള പ്രമാണങ്ങൾ കൊടുത്തിട്ടില്ല. നാം ദൈവം ആദിയിൽ നടത്തിയ ഒരു ന്യായവിസ്താരമുണ്ട് ഏദൻ തോട്ടത്തിൽ. അവിടെ ആദാമിനോട് പറഞ്ഞു, ഈ വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിക്കുന്ന നാളിൽ മരിക്കും. അതിനുശേഷം ആദാമിനെ കുറ്റവിചാരണ നടത്തുമ്പോൾ ഈ പറഞ്ഞ നിയമം ലംഘിച്ചോ എന്നുള്ളതാണ് ആദാമിനോട് ദൈവം ചോദിക്കുന്നത്. ആദാം പറഞ്ഞു, നീ എന്നോടുകൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. അവൻ ആ കുറ്റമേറ്റു. അപ്പോൾ ദൈവം കൊടുത്ത ശിക്ഷ എന്താ? ദൈവം അവനോട് പറഞ്ഞോ, നീ നിത്യ നരകത്തിലേക്ക് നിന്നെ ഞാൻ അയക്കുമെന്ന് പറഞ്ഞോ? നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും. നീ എൻ്റെ വാക്ക് കേട്ടനുസരിക്കാത്തതുകൊണ്ട് ഞാൻ നിനക്ക് കൽപ്പിച്ച ശിക്ഷ ഇതാണ്. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും എന്നാ പറഞ്ഞത്. അത് ആദിമ ന്യായവിസ്താരത്തിന് ശേഷം നാം പിന്നെ ദൈവം ഇടപെടുന്നത് വ്യക്തികളോട് മാത്രമായി ഇടപെടുന്നതാണ് നാം കാണുന്നത്. അതിനുശേഷം നമുക്ക് കുറേ നൂറ്റാണ്ടുകൾ കടന്നുപോയി നാം നോഹയിലേക്ക് എത്തുകയാണ്. നോഹയിൽ കൂടെ ദൈവം വലിയൊരു പ്രസംഗം നടത്തി. ഏതാണ്ട് 120 വർഷക്കാലത്തോളം നോഹ ആ സമൂഹത്തോട് പ്രസംഗിച്ചു, നീതിയെക്കുറിച്ച്, ജീവനെക്കുറിച്ചൊക്കെ. പക്ഷേ അവരെന്ത് ചെയ്തു? അവരനുസരണം കേട്ടവരായി തീർന്നു. നോഹയുടെ വാക്കുകൾ അവരനുസരിച്ചില്ല. അതുകൊണ്ട് ദൈവം എന്താ ചെയ്തത്? സകല ജഡത്തെയും അവൻ വലിയൊരു ജലപ്രളയം
വരുത്തി സകല ജഡത്തെയും 8 പേരൊഴിച്ച് സകല ജഡത്തെയും നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ പറയുന്നത് ആലോചിക്കുക, അങ്ങനെ ഒരു ന്യായവിധി നടന്നപ്പോഴും അവിടെയും അന്നുണ്ടായിരുന്ന സകല മനുഷ്യരും നിത്യ നരകത്തിന് നിത്യദണ്ഡനത്തിന് ഇരയായി തീരുമെന്ന് ദൈവം പറഞ്ഞില്ല. ദൈവം പറഞ്ഞത് അവരെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പം നാം ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്. എന്താ? താൻ സൃഷ്ടിച്ച മനുഷ്യരെ ഭൂമിയിൽ നിന്നും നശിപ്പിച്ചു കളയും. മൂക്കിൽ ജീവശ്വാസമുള്ള സകല ജീവികളും ചത്തു. നോക്കുക, ഇവിടെ ദൈവം പറഞ്ഞില്ല നിങ്ങൾ എൻ്റെ വചനം ലംഘിച്ചു, നോഹയിൽ കൂടെ ഞാൻ നിങ്ങളോട് അറിയിച്ച പ്രമാണങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചില്ല, നടന്നില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിത്യാഗ്നിക്ക് ഇരയായി തീരുമെന്ന് ദൈവം പറഞ്ഞില്ല. എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ഒരു ശിക്ഷയാണ് പാപികൾക്ക് വച്ചിരിക്കുന്നതെങ്കിൽ അവരെ അറിയിക്കണ്ടേ? അവിടെ പറയുന്നത് എന്താ? ജീവശ്വാസമുള്ള സകല ജീവികളും ചത്തു എന്നാണ് പറയുന്നത്. പിന്നീട് നാം കാണുന്നത് ഈ പ്രമാണം ഇസ്രയേലിലേക്ക് ആണിത് കൊടുക്കുന്നത്. ഒരു ലിഖിതമായിരിക്കുന്ന ഒരു പ്രമാണം ദൈവം കൊടുക്കുന്ന ഇസ്രയേലിനാണ്. അപ്പോൾ ഇസ്രയേലിന് ദൈവം ഈ പ്രമാണം കൊടുത്തു. എന്നിട്ട് ആ പ്രമാണം ലംഘിച്ച ഇസ്രയേലിൻ്റെ അവസ്ഥ എന്താണെന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നുണ്ട്. 106-ാം സങ്കീർത്തനത്തിലെ അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ചെങ്കടലിൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി, മിസ്രയീമിൽ വലിയ കാര്യങ്ങളും ഹാമിൻ്റെ ദേശത്ത് അത്ഭുത പ്രവർത്തികളും ചെങ്കടലിൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നുകളഞ്ഞു. ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. നോക്കുക, എന്താ? മിസ്രയീമിൽ വലിയ കാര്യങ്ങളും ഹാമിൻ്റെ ദേശത്ത് അത്ഭുത പ്രവർത്തികളും തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നുകളഞ്ഞു. ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. അപ്പോൾ ഇസ്രയേലിനെ നശിപ്പിക്കും അതിൻ്റെ ശേഷം എന്നാ അവൻ അരുളി ചെയ്ത്. ഒരിക്കലും ആ ഇസ്രയേലിനെ, തൻ്റെ ന്യായപ്രമാണങ്ങൾ ലംഘിച്ച ഇസ്രയേലിനെ ഒന്നടങ്കം നിത്യനരകത്തിലേക്ക് വിടുമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ആവർത്തന പുസ്തകം 29-ന്റെ 19 മുതലുള്ള ഏതാനും വാക്യങ്ങൾ നമ്മൾ നോക്കുക. അവരോട് ക്ഷമിപ്പാൻ യഹോവയ്ക്ക് മനസ്സ് വരാതെ യഹോവയുടെ കോപവും തീഷ്ണതയും ആ മനുഷ്യൻ്റെ നേരെ ജ്വലിക്കും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവൻ്റെ മേൽ വരും. ആകാശത്തിന് കീഴിൽ നിന്ന് അവൻ്റെ നാമം മായിച്ചു കളയും. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിലെ സകല ശാപങ്ങൾക്കും തക്കവണ്ണം യഹോവ ഇസ്രയേലിൻ്റെ സകല ഗോത്രങ്ങളിൽ നിന്നും അവനെ ദോഷത്തിനായി വേർതിരിക്കും. നിങ്ങളുടെ ശേഷം ഉണ്ടാകുന്ന തലമുറയായ നിങ്ങളുടെ മക്കളും ദൂരദേശത്ത് നിന്ന് വരുന്ന അന്യനും ദേശത്തിലെ ബാധകളും യഹോവ അവിടെ വരുത്തിയ രോഗങ്ങളും യഹോവ തൻ്റെ കോപത്തിലും ക്രോധത്തിലും സോദോം, ഗോമോറ, ആത്മാ, സെബോയിം എന്നീ പട്ടണങ്ങളെ മറിച്ചു കളഞ്ഞതുപോലെ വിതയും വിളവുമില്ലാതെയും പുല്ലുപോലും മുളയ്ക്കാതെയും ഗന്ധകവും ഉപ്പും കത്തി ഇരിക്കുന്ന ദേശമൊക്കെയും കാണുമ്പോൾ യഹോവ ഈ ദേശത്തോട് ഇങ്ങനെ ചെയ്തത് എന്തേ? ഈ മഹാക്രോധാഗ്നിയുടെ കാരണമെന്തേ? അവൻ സകല ജാതികളോടും ചോദിക്കും. അപ്പോൾ ആ മഹാക്രോധാഗ്നി കൊണ്ട് ആ ജനത്തെ അവിടെ നശിപ്പിക്കുക. അവരെ കൊന്നതിന് ശേഷം അവരെ നിത്യാഗ്നിയിലേക്ക് വിടുകയായിരുന്നില്ല നാം കാണാൻ സാധിക്കും. ഇനി 28-ാമത്തെ ആവർത്തന പുസ്തകം തന്നെ 28-ാം അധ്യായം അതിൻ്റെ 58 മുതലുള്ള ഏതാനും വാക്യങ്ങൾ നോക്കുക. നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്തും ഭയങ്കരവുമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും. നീ പേടിക്കുന്ന മിസ്രയീമിലെ വ്യാധികളെയൊക്കെയും അവൻ നിന്റെ മേൽ വരുത്തും. അവ നിന്നെ പറ്റിപ്പിടിക്കും. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗവും ബാധയും കൂടെ നീ നശിക്കും വരെ യഹോവ നിന്റെ മേൽ വരുത്തിക്കൊണ്ടിരിക്കും. ഉണ്ടോ? ഇങ്ങനെ പോവുകയാണ്. അപ്പം ഇവിടെ ഒന്നും ദൈവം എന്തു പറയുന്നില്ല. ഈ എൻ്റെ വചനം ലംഘിക്കുന്നത് കൊണ്ട്, പാപം ചെയ്തതുകൊണ്ട് ഇസ്രയേൽ ജനത്തെ ഒരു നിത്യ നരകത്തിലേക്ക് അയക്കുമെന്നല്ല ദൈവം പറയുന്നത്. ഇസ്രയേലിന് പിന്നീടുണ്ടായ ബാധകളും അതിനുശേഷം അവസാനമായി ഏതാണ്ട് BC 607 മുതൽ ഈ ജനത്തിനുണ്ടായ മഹാശിക്ഷയും എന്താണെന്ന് നമുക്കറിയാം.
ധനവാനും ലാസറും എന്ന ആ ഉപമ വിശദീകരിച്ചപ്പോൾ ആ കാര്യം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു ന്യായവിധി എന്ന് പറയുന്നത് ദൈവം ലിഖിത രൂപത്തിൽ കൊടുത്ത പ്രമാണവും അതിനു മുമ്പ് വ്യക്തിപരമായി കൊടുത്ത പ്രമാണവും ലംഘിച്ചിട്ടുള്ള ജനങ്ങളെ ദൈവം ശിക്ഷിച്ചിട്ടുള്ളത് മരണാനന്തരം അവരെ ഒരു നിത്യദണ്ഡനത്തിലേക്ക് അയച്ചുകൊണ്ടല്ല, പിന്നെയോ അവർ ഈ ആയുസ്സിൽ തന്നെ അതിൻ്റെ കുറേ ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടാണ് അവരെ അവസാനം ജീവനിൽ നിന്നും അവരെ തുടച്ചു മാറ്റിക്കൊണ്ടാണ് അവർക്ക് ഈ ലോകത്ത് ദൈവം അനുവദിച്ച ജീവൻ ആ ജീവൻ്റെ ദേശത്തു നിന്നും അവരെ തുടച്ചു മാറ്റി മരണം എന്ന ഇല്ലായ്മയുടെ ലോകത്തേക്ക് അവരെ അയച്ചുകൊണ്ടാണ് ദൈവം ഇപ്രകാരം ഒരു ന്യായവിധി നടപ്പാക്കിയത്. അപ്പോൾ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ദുഷ്ടന്മാരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രമാണം എന്താ, ദൈവത്തിൻ്റെ ചിന്ത എന്താ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയേ. ദുഷ്ടന്മാർ മുഴുവൻ നശിപ്പിക്കപ്പെടണം, ദുഷ്ടന്മാർ മുഴുവൻ നിത്യ നരകത്തിൽ കിടക്കണം എന്നുള്ളതാണോ ദൈവം ആഗ്രഹിക്കുന്നത്? ദുഷ്ടന്മാരുടെ മേൽ ദൈവം വരുത്തുന്ന അല്ലെങ്കിൽ ദുഷ്ടന്മാരോടുള്ള ദൈവത്തിൻ്റെ കൃപ എന്താണ്, അല്ലെങ്കിൽ പാപികളോടുള്ള ദൈവത്തിൻ്റെ കൃപ എന്താണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു. ഏതാനും ഭാഗങ്ങൾ നമുക്കത് പരിശോധിക്കാം. യെശയ്യാ പ്രവചനം 43:25 പ്രകാരം പറയുന്നത്, എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിൻ്റെ അകൃത്യങ്ങളെ മായിച്ചു കളയുന്നു, നിൻ്റെ പാപങ്ങളെ ഞാൻ ഓർക്കയുമില്ല എന്നാണ് പറയുന്നത്. നോക്കുക, ദൈവം എത്ര കാരുണ്യവാനാ, ദൈവം എത്ര ദയാലുവാ. അപ്പോൾ ദൈവത്തിൻ്റെ ദയയും മഹാസ്നേഹവും മനുഷ്യനോടുള്ള അവൻ്റെ കൃപയും എത്ര വലുതാണ്. അതുകൊണ്ടാണ് അവൻ ചെയ്തത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കോണം അവൻ ലോകത്തെ സ്നേഹിച്ചു. അപ്പം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകിക്കൊണ്ട് ഈ ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരം കണ്ടെത്തുവാനാണ് ദൈവം ശ്രമിച്ചത്. അല്ലാതെ സകല പാപികളും തന്നെ തൻ്റെ വചനം അനുസരിക്കാത്ത എല്ലാവരും നിത്യാഗ്നിയിലേക്ക് പോകണമെന്നുള്ളതല്ല ദൈവം ആഗ്രഹിച്ചത്. അവർ നിത്യജീവൻ പ്രാപിക്കാനുള്ളൊരു വഴിയൊരുക്കണം. അതാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എന്ന് പറയുന്നത്. നമുക്ക് അതുപോലെ തന്നെ 2 പത്രോസ് 3:9 പറയാം, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വെച്ച് എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ മനുഷ്യർ പാപികളാണെങ്കിലും അവർ നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. 1 യോഹന്നാൻ 2:1 പറയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഈ ദൈവത്തിൻ്റെ സ്വഭാവം യെശയ്യാവ് തന്നെ പറയാം. 42 യെശയ്യാ പ്രവചനം 42-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയാം, അവൻ പുകയുന്ന തിരി കെടുക്കയില്ല, ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളകയില്ല. ചതഞ്ഞ ഓടെ ഒടിക്കാത്തവനും പുകയുന്ന തിരി കെടുത്തു കളയാത്തവനുമാണ് യഹോവയാം ദൈവം. അതാണ് ദൈവത്തിൻ്റെ ദയ. ഈ സദൃശവാക്യം 20-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ന്യായാസനത്തിലിരിക്കുന്ന രാജാവ് തൻ്റെ കണ്ണുകൊണ്ട് സകല ദോഷത്തെയും പേറ്റിക്കളയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ദോഷങ്ങൾ കണക്കിടുകയല്ല ദൈവത്തിൻ്റെ ആ ദയയ്ക്ക് മുൻപിൽ ദൈവത്തിൻ്റെ കൃപാ കാരുണ്യം. തികഞ്ഞ സ്നേഹം ദോഷത്തെ അകറ്റിക്കളയുന്നു, ദോഷം കണക്കിടുന്നില്ലെന്നാണ് നാം കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ സ്നേഹം ഏതെല്ലാം രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവം സ്നേഹവാനാണ്, ദൈവം സ്നേഹം തന്നെയാണ് എന്നെല്ലാം പഠിപ്പിച്ചതിന് ശേഷം ഇത്ര നിർദ്ദയമായി ഈ തൻ്റെ സൃഷ്ടികളോട് തൻ്റെ മക്കളോട് പെരുമാറുമെന്ന് പഠിപ്പിക്കുന്ന വേദവിശാരദന്മാർ അല്ലെങ്കിൽ വേദപണ്ഡിതന്മാർ അവർ എത്രയോ അജ്ഞതയിൽ കൂടെയാണ്, അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ജനത്തെ ഇങ്ങനെ തെറ്റായ വഴികളിൽ കൂടെ നടത്തുകയാണ്. അപ്പോൾ ഇവിടെ പറയുക, ന്യായാസനത്തിലിരിക്കുന്ന രാജാവ് തൻ്റെ കണ്ണുകൊണ്ട് സകല ദോഷത്തെയും പേറ്റിക്കളയുന്നു. ഇതാണ് പറഞ്ഞത്. അപ്പോൾ ദൈവം എന്തുമാത്രം ഈ പാപികളോട് കരുണയുള്ളവനാണ്, സ്നേഹവാനാണ് എന്ന് നാം കാണുകയാണ്. നമുക്ക് വീണ്ടും ചില ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്ന ചില ഉപമകളില്ലേ, അവിടെ എന്താ പറയുന്നത്? ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഈ കാണാതെ പോയ ആടുകളെ കുറിച്ചുള്ള ഉപമയാണ്. 99നെയും വിട്ടേച്ച് അവൻ കാണാതെ പോയ ഒരാടിന് വേണ്ടി തിരഞ്ഞു നടക്കുന്ന ഒരു ഇടയൻ്റെ ചിത്രം അവിടെ പറയുക. 15-ന്റെ 7-ാം വാക്യത്തിൽ, അങ്ങനെ തന്നെ
മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. അപ്പം മാനസാന്തരപ്പെടുന്ന നീതിമാന്മാരെക്കാൾ, അല്ലെങ്കിൽ മാനസാന്തരം ആവശ്യമില്ലാത്ത നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ചാണ് ദൈവം സ്വർഗം സന്തോഷിക്കുന്നത്. അല്ലാതെ ഈ പാപിയെ നിർദ്ദയം അവൻ പാപം ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ അവന് മോചനത്തിനുള്ള പാപപരിഹാരത്തിനുള്ള ഒരവസരവും നൽകാതെ നാം നോക്കിക്കുക, കർത്താവ് വരുമ്പോഴെന്താ ചെയ്യുന്നത്? നിത്യാഗ്നിയിൽ കിടക്കുന്ന ആത്മാക്കളെ മുഴുവൻ അവൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം എത്രയോ കാലങ്ങളായി ഈ നിത്യയാതന അവർ അനുഭവിക്കുന്നു. അവരെ മുഴുവൻ ഒരു നിമിഷം, ഏതാനും മണിക്കൂറുകൾ നേരത്തേക്ക് കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ, ന്യായാസനത്തിന് മുമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം അതേ ശിക്ഷ വിധിച്ചവരെ അങ്ങോട്ട് വീണ്ടും തള്ളിവിടുന്നു എന്ന് പറയുമ്പോൾ മാനസാന്തരത്തിനുള്ള അവസരം എവിടെയാ ദൈവം അവർക്ക് കൊടുക്കുന്നത്? ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ശിക്ഷ എന്ന് പറയുന്നത് ആ ശിക്ഷിക്കപ്പെടുന്നവൻ നന്നാകാൻ വേണ്ടിയും, അല്ലെങ്കിൽ അത് കാണുന്നവർക്ക് ഒരു പാഠമായിട്ടും, ഇതിലേതെങ്കിലും ഒന്ന് വേണം ഈ ശിക്ഷയുടെ പ്രയോജനം എന്ന് പറയുന്നത്. ഇതിൽ എന്ത് പ്രയോജനമുണ്ട്? നിത്യകാലം മനുഷ്യനെ പാപികളെന്ന് മുദ്രകുത്തി അവരെ നിത്യാഗ്നിയിൽ ദണ്ഡിപ്പിക്കുന്നത് കൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനമുണ്ട്? നമ്മളൊന്ന് ആലോചിക്കുക. ഇനി ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്ന അടുത്ത ഉപമയാണ്. 10 ദ്രഹ്മ, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു എന്ന്, അതിൽ ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു എന്നിരിക്കട്ടെ, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീടടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? എന്നിട്ട് പറയാം, അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും. അപ്പം മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മുൻപാകെ സന്തോഷമുണ്ടാകും. എങ്കിൽ ഇവിടെ മാനസാന്തരത്തിനുള്ള അവസരം ഈ ന്യായവിധിയിൽ ദൈവം ആർക്ക് നൽകുന്നുണ്ട്? നിർദ്ദയം അവരെ നിത്യനരകത്തിന് വിധിച്ച് തള്ളുകയല്ലേ? എന്നിട്ട് ദൈവത്തെ സ്നേഹവാനെന്നും നീതിവാനെന്നും നാം വിശേഷിപ്പിക്കുന്നുവെങ്കിൽ അതിനെന്തർത്ഥമുള്ളത്? ഇവിടുത്തെ യുക്തിവാദികളുടെയും നിരീശ്വരന്മാരുടെയും മുൻപാകെ ഇങ്ങനെ ഒരു ദൈവത്തെ പ്രസൻറ്റ് ചെയ്യാൻ, അവതരിപ്പിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? അടുത്ത ഉപമ നോക്കുക, മുടിയനായ പുത്രൻ്റെ ഉപമയാണ്. സകലവും നശിപ്പിച്ച് മടങ്ങി വരുന്ന ആ പ്രിയ മകനെ, ആ സ്വന്തം മകനെ എത്ര സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ സ്വീകരിക്കുന്ന ഒരു പിതാവ്. എന്നിട്ട് ആ പിതാവ് പറയുക, നിന്റെ ഈ സഹോദരൻ അവൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു, ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്വഭാവമാണ് നാം കാണുന്നത്. മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്വഭാവം അത് എത്ര ദയാപൂർണമാണ്, എത്ര അനുകമ്പാപൂർണമാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഉള്ള ദൈവത്തെയാണ് നാം ഇപ്രകാരം ഒരു ക്രൂരനായി നാം വിശേഷിപ്പിച്ച് ഇങ്ങനെ ഒരു ന്യായവിധിയെ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നത്. നമ്മളൊന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ദൈവത്തെ നീതിമാനായി നമുക്ക് എങ്ങനെ ചിത്രീകരിക്കാൻ സാധിക്കും? ഇനി ഇവിടെ യേശു പറയുന്നത്, യേശുവിൻ്റെ മടങ്ങി വരുമെങ്കിൽ അവൻ സകല മനുഷ്യരെയും അവൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ കൂട്ടിവരുത്തുമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇവിടെ നാം സങ്കീർത്തനത്തിൻ്റെ ഭാഗം നോക്കുക, 102 സങ്കീർത്തനം. യഹോവയെ സേവിപ്പാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ സിയോനിൽ യഹോവയുടെ നാമത്തെയും യെരുശലേമിൽ അവൻ്റെ സ്തുതിയെയും പ്രസ്താവിക്കേണ്ടതിന് ബദ്ധന്മാരുടെ ഞരക്കം കേൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിപ്പാനും യഹോവ തൻ്റെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ തൃക്കൺ പാർത്തുവല്ലോ. നോക്കുക, ഇപ്പോൾ ദൈവം ക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിൽ ഇത് പറഞ്ഞു, എന്താ, സകല മാനവരാശിയും അവൻ മരണമാകുന്ന ആ കാരാഗ്രഹത്തിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരും. ആ പുറത്തു കൊണ്ടുവരുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറയുന്നുണ്ട്. യഹോവയെ സ്തുതിപ്പാൻ തക്കവണ്ണം അങ്ങനെ ഒരു ജനത്തെ വാർത്തെടുക്കാൻ വേണ്ടിയാണ്. യഹോവയെ സേവിപ്പാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ സിയോനിൽ യഹോവയുടെ നാമത്തെയും യെരുശലേമിൽ അവൻ്റെ സ്തുതിയെയും പ്രസ്താവിക്കേണ്ടതിന് ബദ്ധന്മാരുടെ ഞരക്കം കേൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിപ്പാനും
യഹോവ തൻ്റെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ തൃക്കൺ പാർത്തുവല്ലോ. അപ്പം മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ വലിയൊരു രക്ഷാകര പദ്ധതിയുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പം ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താ എന്ന് നാം അവിടെ കാണുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ആ മനുഷ്യരെ അവൻ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ വലിയൊരു ലക്ഷ്യം എന്താണെന്നാണ് നാം സെഫന്യാവിൻ്റെ പ്രവചനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. അതുകൊണ്ട് ഞാൻ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ദിവസം വരെ എനിക്കായി കാത്തിരിപ്പീൻ എന്ന യഹോവയുടെ അരുളപ്പാട്. എൻ്റെ ക്രോധവും എൻ്റെ ഉഗ്രകോപവും പകരേണ്ടതിന് ജാതികളെ ചേർക്കുവാനും രാജ്യങ്ങളെ കൂട്ടുവാനും ഞാൻ നിർണയിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ സകല ജാതികളെയും കൂട്ടി വരുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു? എൻ്റെ ക്രോധവും എൻ്റെ ഉഗ്രകോപവും പകരേണ്ടതിന് ജാതികളെ ചേർക്കുവാനും രാജ്യങ്ങളെ കൂട്ടുവാനും ഞാൻ നിർണയിച്ചിരിക്കുന്നു. സർവഭൂമിയും എൻ്റെ തീക്ഷ്ണതാഗ്നിക്കിരയായിത്തീരും. അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏക മനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായുള്ള അധരങ്ങളെ വരുത്തും. അപ്പം ന്യായവിധിയുടെ ലക്ഷ്യം എന്താണെന്ന്, ഈ ഒരു ന്യായവിധിയുടെ ലക്ഷ്യം അതാ ലോകത്തെ അനുഗ്രഹിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഒരു ക്രമീകരണത്തിൻ്റെ ഭാഗമായി ന്യായവിധി. ഇവിടെ പറയുക, അവൻ ജാതികളെ ചേർക്കുവാനും രാജ്യങ്ങളെ കൂട്ടുവാനും ഞാൻ നിർണയിച്ചിരിക്കുന്നു. സർവഭൂമിയും എൻ്റെ തീക്ഷ്ണതാഗ്നിക്കിരയായിത്തീരും. അതുകൊണ്ടുള്ള പ്രയോജനം എന്താ? അങ്ങനെ മനുഷ്യൻ ദൈവകോപത്തിനിരയായിത്തീരുമ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏക മനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായ അധരങ്ങളെ നൽകും. ഇന്ന് മനുഷ്യരിൽ ദൈവത്തെ സേവിക്കാൻ നിർമ്മലമായ അധരങ്ങളില്ല. അവരുടെ അധരങ്ങളെല്ലാം വ്യാജമാണ്. ഇന്ന് ദൈവത്തിൻ്റെ ജനമെന്ന് വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ, അവരുടെ ഉപദേഷ്ടാക്കന്മാർ അവരെ വ്യാജ കഥനങ്ങൾ കൊണ്ട് അവരുടെ ദൈവിക നിർണയങ്ങളെല്ലാം അവരുടെ മുമ്പിൽ നിന്നും മറച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ സേവിക്കേണ്ടതിന് വ്യാജമില്ലാത്ത നിർമ്മലമായ അധരങ്ങളെ ദൈവം അവർക്ക് വരുത്തും. ഇതെല്ലാം ദൈവരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ന്യായവിധിയെക്കുറിച്ച് നാം കൂടുതൽ ചിന്തിക്കുമ്പോൾ ഞാനത് പറയാം. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു എന്നാണ് പറയുന്നത്. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അപ്പോൾ ലോകത്തിൻ്റെ ന്യായവിധി എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു വശമുണ്ട്. ദൈവമക്കളുടെ ന്യായവിധി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ രണ്ട് വിധത്തിലുള്ള രണ്ട് വിഭാഗങ്ങളുണ്ട് ന്യായവിധിക്ക് വിധേയരാകുന്നവർ. ഒന്ന്, ഈ ആയുസ്സിൽ ദൈവത്തെ അറിയുന്നവരും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ലഭിച്ചിട്ടുള്ളവരും ക്രിസ്തുവിനെ അറിയുവാൻ അവസരം ലഭിച്ചിട്ടുള്ളവരുമാണ്. ഞാൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, കല്ലറകൾ ഉള്ളവർ മനുഷ്യപുത്രൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായി പുനരുത്ഥാനം പ്രാപിക്കും. ഇപ്പോൾ മരിച്ചു പോയിരിക്കുന്നവരിൽ ജീവനായി പുനരുത്ഥാനം പ്രാപിക്കുന്നവർ അല്ലെങ്കിൽ കുറച്ചുപേർ പുനരുത്ഥാനം പ്രാപിച്ച് വരുമ്പോൾ അവർ നിത്യജീവന് യോഗ്യരായിട്ടാണ് വരുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം അവർ അതിന് യോഗ്യരാണ് എന്നുള്ള ന്യായവിധി ഈ ആയുസ്സിൽ നടന്നു എന്നുള്ളതാണ്. അവർ ഒരു വിഭാഗം മനുഷ്യർ മരിക്കുമ്പോൾ അവൻ ജീവന് യോഗ്യനാണോ ഇല്ലയോ എന്നുള്ള ന്യായവിധി നമ്മുടെ ഈ ആയുസ്സിൽ നാം ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയായി നമുക്ക് ജന്മം ലഭിക്കുന്ന നാൾ മുതൽ നമ്മുടെ മരണം വരെയും നമ്മെ വിശുദ്ധീകരിച്ച ആ നിയമരക്തത്തോട് നാം ആ നിയമരക്തത്തെ മലിനമാക്കാതെ നാം അതിനോട് വിശ്വസ്തത പാലിക്കുന്നവരായി മരണപര്യന്തം കഴിയുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു ജീവൻ്റെ അവകാശത്തിന് വേണ്ടി നാം പുനരുത്ഥാനം പ്രാപിക്കും. എന്ന് പറഞ്ഞാൽ നാം എന്നൊരു പുതിയ സൃഷ്ടിയായി നാം ക്രിസ്തുവിനെ സ്വീകരിച്ച് പുതിയ സൃഷ്ടിയായി തീരുന്നു അന്ന് മുതൽ മരണം വരെ നാം നമ്മുടെ വഴിയിൽ വിശ്വസ്തരായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ന്യായവിധിയുടെ കാലത്തൂടെയാണ് നാം നടന്നു പോകുന്നത്. നമ്മുടെ ഓരോ ഹൃദയ വിചാരങ്ങളും നമ്മുടെ വാക്കുകളും അതാ ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ എനിക്ക് എന്ത് ചെയ്തു, ഞാൻ വിശന്നിരുന്നു നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു,
എന്നെല്ലാം പറയുമ്പോൾ ഇതെങ്ങനെ, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ, ഞങ്ങൾ നിന്നെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ തൻ്റെ സഹോദരന്മാരോട്, തൻ്റെ സമസൃഷ്ടങ്ങളോട് എങ്ങനെ പെരുമാറി എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാനം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്നേഹത്തിൻ്റെ ആത്മാവിൽ തങ്ങളുടെ സമസൃഷ്ടങ്ങളോട് ആത്മാവിൻ്റെ ഫലങ്ങൾ കായ്ക്കുന്നവരായി ദൈവത്തിൻ്റെ മക്കൾക്ക് തീരാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ജീവിത പരിശോധനയിൽ കൂടെയാണ് അവരുടെ ജീവിതകാലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ന്യായവിധിയുടെ കാലം അതാ. അപ്പം അവിടെ കാണുന്നു, നന്മ ചെയ്തവർ ജീവനായി പുനരുത്ഥാനം പ്രാപിക്കും. പിന്നെ തിന്മ ചെയ്തവരോ, അവർ ന്യായവിധിയിൽ കൂടെയുള്ള പുനരുത്ഥാനത്തിനായി കല്ലറകളിൽ നിന്നും പുറത്തു വരുന്നു. അവർ പുനരുത്ഥാനം പ്രാപിക്കുന്നത് ഒരു ന്യായവിധിയെ നേരിടാൻ വേണ്ടിയാണ്. ആ ന്യായവിധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം അവരനുസരിച്ച് ജീവിക്കുമോ എന്നുള്ളത് പരിശോധിക്കലാണ്. അപ്പോൾ അവരെ ആ കാലഘട്ടത്തിൽ അവർക്ക് ലഭിക്കുന്ന, അവരെ നീതിയിലേക്ക് വഴി നടത്താൻ തക്കവണ്ണം, അവരെ ജീവൻ്റെ വചനം അറിയിച്ചു കൊടുക്കാൻ തക്കവണ്ണം അതിനുള്ള വഴി ദൈവം ഒരുക്കും. അതുകൊണ്ടാണ് പറയുന്നത്, അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്നു പേരാകും. അപ്പോൾ പുനരുത്ഥാനം പ്രാപിച്ചു വരുന്ന നീതിമാന്മാരുടെ ഗണത്തിൽ പെടാത്തവർ, അവർക്ക് നടക്കുവാൻ ഒരു പെരുവഴിയും പാതയും ഉണ്ടാവുമെന്ന് യെശയ്യാ പ്രവചനത്തിൽ നമ്മോട് പറയുകയാണ്. ഈ ആഴ്ചയിൽ നാം കാണുന്നത് ജീവൻ്റെ വഴി എന്ന് പറയുന്ന ഇടുങ്ങിയത് പാതയാണ്. ജീവനിലേക്കുള്ള വഴി അത് ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാണ്. എന്നാൽ അടുത്ത യുഗത്തിൽ, അടുത്ത ആയുസ്സിൽ ആ താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അപ്പോൾ ക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിൽ നാം കാണുന്നത് ലോകത്തിൻ്റെ ന്യായവിധിക്ക് വേണ്ടിയാണ്. ആ ന്യായവിധിയുടെ കാലമെന്ന് പറയുന്നത് തീർച്ചയായും അതൊരു സുദീർഘമായ കാലഘട്ടമാണ്. കേവലം 24 മണിക്കൂർ കൊണ്ട് തീരുന്ന ഒന്നല്ല. അതുകൊണ്ട് ഈ ന്യായവിധിയുടെ സ്വഭാവത്തെ സംബന്ധിച്ച്, ന്യായവിധിയെക്കുറിച്ച്, അതിൻ്റെ ദണ്ഡനം എന്താണ്, നിത്യാഗ്നി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൂടുതലായി നിങ്ങളോട് നമുക്ക് ചിന്തിക്കാനുണ്ട്. അത് സമയം കടന്നു പോകുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം ഇപ്പോൾ തൽക്കാലം അത് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഒരു വീഡിയോയിൽ ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കുക. കാരണം ന്യായവിധി, വ്യക്തിപരമായ ന്യായവിധിയുണ്ട്. മനുഷ്യ സമൂഹത്തെ ഒരു വ്യക്തിയിൽ കൂടെ, ഒരു റെപ്രസെൻറ്റേറ്റീവിൽ കൂടെ ദൈവം ന്യായം വിധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിക്കുവാൻ, ഇനി എന്താണ് ആ നിത്യാഗ്നി എന്നും എന്താണ് നിത്യദണ്ഡനമെന്നും ചിന്തിക്കുവാൻ ഒക്കെ അടുത്ത വീഡിയോയിൽ അത് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദൈവം അതിന് അനുവദിക്കുന്ന വർഷം തീർച്ചയായും ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കും. അപ്പോൾ ഇത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ചിന്തിക്കുക, നാം മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒന്നല്ല. ബൈബിൾ നമ്മെ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിനെ കാണുവാൻ, ക്രിസ്തുവിനെ അറിയുവാൻ. അതെ, ഞാൻ നിന്നെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നല്ല പറയുന്നത്, ഞങ്ങൾ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല ഞങ്ങളെന്ന് പറയുമ്പോൾ ക്രിസ്തു എന്താ പറയുന്നത്? അടുത്ത് നിൽക്കുന്ന ഒരു സഹോദരനെ നിനക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിലേ എന്നെ കാണാൻ പറ്റുള്ളൂ. ആ സഹോദരനുള്ള പ്രവൃത്തിയിൽ കൂടിയാ നീ എനിക്ക് നന്മ ചെയ്യുന്നത്. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, അദ്ദേഹത്തിൻ്റെ ഒരു പദ്യശകലമുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്നാ ഉണ്ടോ. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക്, അടുത്തു നിൽക്കുന്ന സഹോദരനെ കാണാൻ കണ്ണുകളില്ലാത്തവൻ, ഞാൻ ദൈവത്തെ കണ്ടില്ല എന്ന് പറയുന്നതിൽ ഒരത്ഭുതമില്ല. അപ്പോൾ നാം ദൈവത്തെ കാണാൻ ശ്രമിക്കുന്നത് നമ്മുടെ സഹോദരന്മാരിൽ കൂടെയാണ്, നമ്മുടെ സമസൃഷ്ടങ്ങളിൽ കൂടെയാണ് നാം ദൈവത്തെ കാണുന്നത് എന്നുള്ള വലിയൊരു തത്വക്രിസ്തു നമ്മൾ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ രാജ്യം, നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇവിടെ സ്ഥാപിക്കപ്പെടുമ്പോൾ എങ്ങനെയായിരിക്കും മനുഷ്യവർഗത്തിൻ്റെ സ്വഭാവവും പെരുമാറ്റവും എന്നെല്ലാം ഇതിൽ കൂടെ അവൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ഈ വിഷയം ഇന്ന് തൽക്കാലം ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ച് കൂടുതലായി നിങ്ങളുമായി കൂടുതലായി കാര്യങ്ങൾ പങ്കുവെക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം ആ ദൈവത്തിൻ്റെ കൃപയ്ക്കായി അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളേവരുടെയും കണ്ണുകൾ തുറക്കട്ടെ. ഈ സത്യം, ഗ്രഹിക്കുന്ന സത്യം നിങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കാൻ, നിങ്ങളെ ഒരു മതത്തിൽ നിന്നും പുറത്തിയാടിക്കാൻ വേണ്ടിയല്ല,
നിങ്ങളാൽ കഴിയുന്ന വിധം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അവൻ്റെ സത്യവചനങ്ങൾ മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം നിങ്ങൾ പ്രാപ്തരാകണം. അതിനുള്ള സന്നദ്ധത നിങ്ങൾക്കുണ്ടാകണം. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളൂ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാപൂർവം ഞാനിപ്പോൾ ഇവിടെ ഈ ഭാഗം പര്യവസാനിപ്പിക്കുന്നു.